സുരയ് പോട്ടർ എന്ന സിനിമയ്ക്ക് ശേഷം സുധാ കൊങ്കര സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പരാശക്തി. ശിവകാർത്തികേയൻ നായകനായി എത്തുന്ന സിനിമ ഒരു പീരീഡ് പശ്ചാത്തലത്തിൽ ആക്ഷൻ ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്നത്. ശിവകാർത്തികനൊപ്പം രവി മോഹനും അഥർവയും ശ്രീലീലയും സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഇപ്പോഴിതാ ഈ സിനിമയിൽ നായകനാകേണ്ടിയിരുന്ന സൂര്യ ആയിരുന്നു എന്ന് പറയുകയാണ് സംവിധായക സുധാ കൊങ്കര. സിനിമയിൽ നിന്ന് സൂര്യ പിന്മാറാനുള്ള കാരണവും സംവിധായക വ്യക്തമാക്കി. സൂര്യ ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ് പരാശക്തി. കോവിഡ് സമയത്താണ് ഞാൻ സിനിമയോട് കഥ സൂര്യയോട് പറഞ്ഞിരുന്നത്. സൂര്യയും ചിത്രത്തിനായി ആവേശത്തിലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ധാരാളം ഗവേഷണങ്ങൾ നടത്തി. നിരസിച്ചതിന്റെ കാരണം എനിക്കിപ്പോഴും വ്യക്തമായി അറിയില്ല. ഒഴിവാക്കിയതിന് പ്രധാന പ്രശ്നം സൂര്യയ്ക്ക് തുടർച്ചയായി ഷൂട്ടിംഗ് സമയം ലഭിച്ചില്ല എന്നതാണ്. ഈ സിനിമ തുടർച്ചയായി ചിത്രീകരണ സിനിമയാണ്. ഇല്ലെങ്കിൽ സിനിമയുടെ ബഡ്ജറ്റ് ഉയരുകയും തുടർച്ച നഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് സുധാ കൊങ്കര പറഞ്ഞു. സുധാ കൊങ്കര നേരത്തെ സൂര്യ, ദുൽഖർ സൽമാൻ എന്നിവരെ വെച്ച് പ്രഖ്യാപിച്ച പുറംനാട് എന്ന ചിത്രമാണ് ഇപ്പോൾ പരാശക്തിയെ മാറിയെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സിനിമയുടെ ടീസറിന്റെ റിലീസിന് പിന്നാലെ സൂര്യയ്ക്ക് മികച്ചൊരു ചിത്രം നഷ്ടമായി എന്നാണ് ആരാധകർ പറയുന്നത്. വീണ്ടും മറ്റൊരു നല്ല സിനിമയ്ക്കായി സുധാ കൊങ്കരയും നടനും ഒന്നിക്കട്ടെ എന്നും ആരാധകർ കുറിക്കുന്നു. സുധാ കൊങ്കരയുടെ ആയുധം എഴുത്താണ് പരാശക്തി എന്നും കമന്റുകളുണ്ട്. മണിരത്നം സിനിമയെ ആയുധം എഴുത്തിന്റെ കഥാപാത്രങ്ങളും പരാശക്തിയിലെ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ചിത്രങ്ങൾ ഇപ്പോൾ വൈറലാണ്. മണിരത്നത്തിന് സംവിധാന സഹായിയായി പ്രവർത്തിച്ച ആളാണ് സുധാ കൊങ്കര. അതേസമയം ശിവകാർത്തികന്റെ കരിയർ ഏറ്റവും ചെലവേറിയ സിനിമയായിട്ടാണ് പരാശക്തി ഒരുങ്ങുന്നത്. ജി വി പ്രകാശ് കുമാർ സിനിമയുടെ സംഗീത സംവിധാനം. അമരന് ശേഷം ജി വി പ്രകാശ് കുമാറും ശിവകാർത്തികനും ഒന്നിക്കുന്ന സിനിമയാണിത്. 150 കോടി മുതൽ മുടക്കിലായിരിക്കും സിനിമ ഒരുങ്ങുന്നത് എന്നാണ് ഇന്ത്യ ഗ്ലിറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്.